ബൈക്ക് ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് വിഷമം തോന്നുന്നു, കാരണം ആ വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ജർമ്മൻ കാറുകളെക്കാളും ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. മൺസ് എക്സ്പീരിയൻസ് പിന്നെ ഇനി പോകില്ല അതൊക്കെ. പത്രത്തിൽ മാത്രമല്ലേ കണ്ടോളൂ. അതായത് ഒരു സൈഡിൽ നിന്ന് വണ്ടികൾ പണിയായിരുന്നു, അപ്പുറ സൈഡിൽ നിന്ന് പാർട്ട്നേഴ്സ് പണിയായിരുന്നു. പിന്നെ എല്ലാവർക്കും കാലനായ പോലെ തന്നെ ഇവർക്കും കാലനായത് KTM തന്നെയാണ്. ചിലപ്പോൾ ഈ വണ്ടികളൊക്കെ ഹിറ്റായിരുന്നെങ്കിൽ ബജാജും TVS പോലെ ഇന്ത്യക്കാർക്ക് മറ്റൊരു ബ്രാൻഡായി മാറിയാണ് LML. ഏതൊരു കാലഘട്ടത്തിലായാലും ആ കാലഘട്ടത്തിൽ കുറേ അധികം അടിപൊളി വണ്ടികളുണ്ടാവും. നമ്മളതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്തിട്ടുണ്ടാവും, നമ്മളൊന്ന് കയറിയിരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അങ്ങനെ കുറേ മൊമെൻറ്റ്സ് നമുക്കുണ്ടാവും. എന്നാൽ ഈ പറഞ്ഞ വണ്ടികളിൽ കുറേ വണ്ടികൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മളത് മറന്നു തുടങ്ങും. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാലത്ത് ഭയങ്കര റെലവൻ്റ് ആയിരുന്നതും എന്നാൽ ഇപ്പോൾ നമ്മൾ മറന്നു തുടങ്ങിയതുമായിട്ടുള്ള കുറേ വണ്ടികളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ഹാഫ് ക്ലച്ച് മീഡിയ. ഫസ്റ്റ് തന്നെ ഞാൻ തുടങ്ങാം. ഇല്ല, ഞാൻ തുടങ്ങാം. എന്നാൽ നീ തുടങ്ങി. എൻ്റെ ചെറുപ്പത്തിലെ ഒരു ഫേവറേറ്റ് ബൈക്കുണ്ട്, ഹോണ്ട സ്റ്റണ്ണർ. ഓ, ആ വണ്ടിയുടെ പറയരുത്. ഹോണ്ട സെന്റർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ സാധനം ഓട്ടോറിക്ഷ വീഡിയോ അല്ലേ, മഞ്ഞ സ്റ്റണ്ണർ. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട് അവസാനം. ഞാൻ എത്ര പേരെ അതിനകത്തൊരു ഡയലോഗ് ഉണ്ട് അവസാനം ആ വീഡിയോയുടെ. ഞാൻ ചേട്ടൻ പണി പണി പാലും വെള്ളത്തിൽ അങ്ങനെ ആ മറ്റേ ഓട്ടോയിൽ ചേട്ടൻ ഞാനത് കണ്ട എത്ര പ്രാവശ്യം പൊട്ടി തിരിച്ചെന്ന് അറിയാം. അപ്പോൾ ഈ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ, പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ബൈക്സ് മാത്രം കണ്ടു വളർന്ന ആ ഒരു സമയത്ത് ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള, അന്ന് ഈ പറഞ്ഞ സ്പ്ലിറ്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബിഗ് ഡീലാണ്. കാരണം R15 ഉള്ളൂ, അല്ലെങ്കിൽ വേറെ 220 ഉള്ളൂ അന്ന് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതെ, ഏത് വർഷമാണ്? അറൗണ്ട് 2008 ഒക്കെ ആയിട്ട് ഒരു ചോക്ലേറ്റ് വണ്ടിയായിരുന്നു. അതായത് മറ്റേ 144P2 ഹരിഹർ നഗർ സിനിമയിൽ ഈ CB സ്റ്റണ്ണർ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ സിനിമയിൽ ഈ വണ്ടി ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഹെഡ്ലൈറ്റ് ഫിക്സ്ഡും ഹാൻഡിൽ തിരിയുന്ന വണ്ടികൾ അധികം ഇല്ലല്ലോ, ഫെയറിംഗ് ഉള്ള വണ്ടികൾ ഇല്ല, ഹാഫ് ഫെയറിംഗ് ആയിരുന്നല്ലേ. പിന്നെ അതിന്റെ കളേഴ്സ് മറ്റേ പോപ്പിൻസ് കളേഴ്സ് ആയിരുന്നു, ഒരു പച്ച, ചുവപ്പ്, മഞ്ഞ. ഈ വണ്ടി അന്നുള്ള വണ്ടികളിൽ വെച്ചിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്, നോട്ടീസബിൾ ആണ്. പക്ഷേ ഇതിന് 125cc എഞ്ചിനാണ്, നമ്മളെ ഹോണ്ട ഷൈൻ്റെ എഞ്ചിൻ ആയിരിക്കും അല്ലേ. അതെ അതെ. പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഹോണ്ട ഈ വണ്ടി വെച്ചിട്ട് 1 മേക്ക് ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്തായിരുന്നു. അതായത് സ്റ്റണ്ണർ വെച്ച് ട്രാക്ക് ഡേ ഉണ്ടായിരുന്നു. ഓ, ആ സമയത്ത് 2008 കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് വേറെ ട്രാക്ക് ഡേ ഓടിക്കാൻ. പക്ഷെ എന്നിട്ടും വണ്ടി പച്ച പിടിച്ചല്ലേ, നമ്മളൊക്കെ ഇത്ര സെറ്റപ്പ് ആണെന്നുണ്ട് പോലും വണ്ടി പച്ച പിടിച്ചില്ല. അല്ല, വണ്ടി എനിക്ക് തോന്നുന്നത് അതൊരു കാലഘട്ടം കഴിയണതിന് മുമ്പ് തന്നെ മറന്നുപോയി ആ വണ്ടി. സംഭവം സ്റ്റണ്ണറിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് അറിയാമോ, സ്റ്റണ്ണർ ശരിക്കും ഒരു ഫുൾ ഷോ ബട്ട് നോ ഗോ അങ്ങനത്തെ ഒരു ടൈപ്പ് വണ്ടിയായിരുന്നു. കാരണം ഈ വണ്ടി നമ്മൾ കാണുമ്പോൾ ഒരു 150cc പവറുള്ള വണ്ടിയായിട്ട് തോന്നും. പക്ഷേ ഇത് ഓടിച്ചു തുടങ്ങുമ്പോഴാണ് ആദ്യത്തെ ആ ഒരു സ്പോർട്ടി ലുക്കും അതിൻ്റെ വൈബൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പൾസർ 150 തന്നെ ആൾക്കാരെല്ലാം നമ്മൾ ഓട്ടേക്ക് തോന്നും. അപ്പോൾ അന്നത്തെ പയ്യന്മാരൊക്കെ നോക്കുമ്പോഴത്തേക്കും വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ഇതിപ്പോൾ റേസ് ചെയ്ത് പിടിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള വണ്ടികൾ നമ്മൾ തോപ്പിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഈ വണ്ടിക്ക് മെയിൻ സാധനം പ്രൈസിങ്. ഇത് ഈവൻ ദോ 125cc വണ്ടിയാണല്ലോ, ഇതിന് പൾസർ 150യുടെ അടുത്തെത്തുന്ന രീതിയിലാണ് പ്രൈസിങ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇന്ത്യക്കാർ ഈ വണ്ടീനെ മറന്നുപോയത്. പൾസറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാൻ ഒരു വണ്ടി പറയാം, ഇന്ത്യക്കാർ മറന്ന അടുത്ത ബൈക്ക് പൾസർ AS200. ശരിക്കും അത് ആരും എക്സ്പ്ലോർ ചെയ്തില്ല വണ്ടി. അത് എക്സ്പ്ലോർ ചെയ്യാത്തതിൻ്റെ പ്രശ്നമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി വന്നത് AS200 എന്ന് വന്നിട്ടാലോ. AS എന്ന് പറയുമ്പോൾ അഡ്വഞ്ചർ സ്പോട്ട്. പക്ഷെ വണ്ടിക്ക് അഡ്വഞ്ചറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കെണിമണികളൊന്നും തന്നെ ഉണ്ടായില്ല. ഒരു ടോളർ വിൻസ്ക്രീൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ലിറ്ററലി ഇത് സെയിം ആയിരുന്നു. സെയിം സസ്പെൻഷനാണ് ഉപയോഗിച്ചത്. ഈവൻ ദോ ട്യൂണിങ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അപ്രൈറ്റ് പൊസിഷൻ ആയിരുന്നു, പൊസിഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ. ശരിക്കും ഈ AS200 ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ലിറ്ററലി. ബിക്കോസ് അന്ന് NS200 കത്തിയിരിക്കുന്ന സമയമാണ്. നേക്കഡ് സ്പോർട്സ് നേക്കഡ് സ്പോർട്സ്, അതായത് ഡ്യൂക്ക് 200, ഡ്യൂക്ക് 390, അതുപോലെ FC ഇങ്ങനത്തെ ബൈക്കുകളെല്ലാം കത്തി നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ എൻ്റെ ഒരു ടേക്ക് പറയട്ടെ, എനിക്ക് അന്നും ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഡിസൈൻ, ആ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, എസ്പെഷ്യലി ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഭയങ്കര രസമാണ്. എനിക്ക് തോന്നണത് എൻ്റെ അറിവിൽ ഞാൻ നമ്മളുടെ ഈ ഒരു അപ് ടു 300-400cc ബൈക്സിൽ പ്രൊജക്ടറാണ് ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടിയിലാണ് 220. ഈ വണ്ടിക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയായിരുന്നു.
220. ഈ 220F ഉള്ളതുകൊണ്ട് ഈ വണ്ടിയുടെ ഒരു നിലനിൽപ്പ് തന്നെ ഒരു റിലവൻ്റ് ആയി പോയി. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. കാരണം 220ക്ക് വലിയ വിൻസ്ക്രീൻ ഉണ്ട്, ഇതിന് വലിയ വിൻസ്ക്രീൻ ഉണ്ട്. 220ക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ്, ഇതിന് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് ആണ്. 220ക്ക് ഹാഫ് എയറിംഗ് ആണ്, ഇത് ഹാഫ് എയറിംഗ് ആണ്. അതെ, 220F എന്ന് പറഞ്ഞ ബൈക്ക്, ആ ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. ആ ബൈക്ക് ഒരു സ്ഥലത്ത്, ഇപ്പുറ സൈഡിൽ നെയ്ക്കഡ് ബൈക്കായിട്ട് NS200, ഇതിൻ്റെ നടുക്കുണ്ടെന്ന് AS200 നല്ല ബൈക്കാണ്, കാര്യം വെച്ചു. പക്ഷേ ഫാൻസ് എപ്പോഴും ഒരു നെയ്ക്കഡ് സ്പോർട്സ് ബൈക്കുള്ളപ്പോൾ അതെടുത്തു, ഇപ്പുറ സൈഡിൽ നിന്ന് ഇത്രയും ഫേമസ് ആയിട്ടുള്ള 220Fൻ്റെ പുറകെയും പോയി. അപ്പോൾ ഈ ബൈക്കിന് അത്ര വിചാരിച്ച സെയിൽ വന്നില്ല. അങ്ങനെ ഒരു ഷോർട്ട് സ്പാൻ, ഒരു 2 ഇയേഴ്സ്, ഓൾമോസ്റ്റ് 2 ഇയേഴ്സിൽ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇപ്പോഴും യൂസ്ഡ് മാർക്കറ്റിലായാലും വണ്ടി അന്വേഷിച്ച് പോയി മേടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ബജാജ് ASനെ തിരിച്ചു കൊണ്ടുവന്നതിനാൽ വിത്ത് മോർ സസ്പെൻഷൻ ട്രാവൽ, ഒരു സ്പോക്ക് വീല്, ഒരു കുറച്ചും കൂടി ബെറ്റർ ലുക്സ് ആയിട്ട് കൊണ്ടുവന്നതിനാൽ ബജാജിന് വേറെ അഡ്വഞ്ചർ വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് അതൊരു നല്ല ക്യാച്ചായിരിക്കും. സത്യം. ബജാജ് പ്ലീസ് ബ്രിങ് AS200 ബാക്ക്. യെസ്, എനിക്ക് വേണ്ട കേട്ടോ. എന്താണ് എന്നാ 400 എഞ്ചിൻ വെച്ചിറക്കൂ, കുഴപ്പമില്ല. ഡൊമിനാറിന് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും കൊളുത്തും. Bike number 3. നിങ്ങളൊക്കെ പറഞ്ഞതിന് മുമ്പ് വേറൊരു വണ്ടി ഉണ്ട്, ആരും അറിയാതെ ഒരു എന്താ പറയുക, ഒരു ചാത്തനെ പോലെ വന്നു പോയൊരു വണ്ടിയുണ്ട്. ലൈക്ക് സുസുക്കിയുടെ ഇനാസുമ 250 ട്വിൻ സിലിണ്ടർ. ഇന്ത്യക്കാരെ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല. ഞാൻ പത്രത്തിൽ കണ്ടിട്ടാണ് ഈ വണ്ടി കാണുന്നത്. കാണുന്നതൊക്കെ നല്ല മസിൽ ലുക്ക്. പത്രത്തിൽ മാത്രമല്ലേ കണ്ടോളൂ, പത്രത്തിൽ മാത്രം. പക്ഷെ ഒരു വണ്ടി ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടു. ബെന്റലി 300 ഐയുടെ ഒക്കെ ഒരു ഏകദേശം സിമിലർ ഷേപ്പൊക്കെ ആയിട്ട് ട്വിൻ സിലിണ്ടർ, അന്ന് ട്വിൻ സിലിണ്ടർ ഇറങ്ങി. എത്ര ഡിഗ്രി ക്രാങ്ക് ഒക്കെ? പാരലൽ ട്വിൻ, 180 ഡിഗ്രി പാരലൽ ട്വിൻ. ഇതും GTI ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. GTI ഇനാസുമയാ എന്താ? രണ്ടും 250 ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇനാസുമ 250 വണ്ടി ഇന്ത്യ ഇറങ്ങിയോ? ആക്ച്വലി ഇത് ലിമിറ്റഡ് എഡിഷൻ ഒന്നുമല്ല, പക്ഷെ അവർക്ക് 250 വിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനാസുമയാണ് സുസുക്കി ബൈക്ക് ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് വിഷമം തോന്നുന്നു, കാരണം ആ വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. അത് ഭയങ്കര റിലയബിൾ എഞ്ചിനാന്നൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞത്. സുസുക്കി അല്ലേ ഓൾവേസ് റിലയബിലിറ്റിക്ക്. സിലിണ്ടർ കൂടുമ്പോൾ പ്രൈസ് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ മാറും, അതൊരു ഭയങ്കര പ്രശ്നം. സിലിണ്ടർ കൂടുമ്പോൾ ഇത് CBU ആണല്ലോ, ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഇല്ലല്ലോ. ഈ സുസുക്കി ഇനാസുമ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൈസിന് 3.1 lakh ആണ് എക്സ് ഷോറൂം. ഇന്നത്തെ ഒരു പ്രൈസ് എടുത്തപ്പോൾ അത് ഭയങ്കര ഹൈ ആണ്. CBU ആയിരുന്നു, CBU ആയിരുന്നു. അത് തന്നെ അതിൻ്റെ ഒരു പ്രശ്നം, ഡൗൺ സൈഡ്. അതിനുള്ള വണ്ടി അന്ന് ഉണ്ടായിരുന്നു, കാരണം 390 അന്ന് 1.8 lakh ആയിരുന്നു എക്സ് ഷോറൂം. R3 അപ്പം വന്നിട്ടില്ലേ? R3 അപ്പം ഇല്ല, 2013 അല്ലേ? R3 ഇല്ല, 16 തൊട്ട് R3 വന്നു. 1.3 lakhs ചീപ്പറിന് 390 കിട്ടും. ഫാസ്റ്ററാണ്, ലൈറ്ററാണ്, ചീപ്പറാണ്. അപ്പോൾ 390 ആണ് ബേസിക്കലി ഈ വണ്ടീനെ കൊന്നു കളഞ്ഞത്. ഈ സുസുക്കി ഈ വണ്ടി 3.1 lakh ഇറക്കിയപ്പോൾ ആരും വാങ്ങിച്ചില്ല. എന്നിട്ട് ഇവർ അപ്പം തന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1 lakh അങ്ങ് കട്ട് ചെയ്തു, 2.1 lakh ആക്കി. അപ്പോൾ കുറേ ആൾക്കാർ ഈ വണ്ടി വന്ന് എടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ 250 വണ്ടിയെങ്കിലും ഇവർക്ക് വിൽക്കാൻ പറ്റിയത്. ഈവൻ ദോ വണ്ടി കാണാൻ ഒരു മസിൽ ലുക്കൊക്കെ ആണെങ്കിലും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. അല്ല, അത് ഇപ്പോൾ നോക്കുമ്പോൾ ഔട്ട്ഡേറ്റ് ആയത്. പക്ഷെ അന്ന് കാണുമ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞില്ല, പത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വണ്ടിയുടെ ഒരു ആഡ് കാണുന്നത്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ഒരു മസിൽ ലുക്ക്. ആ സമയത്ത് അങ്ങനത്തെ ഒരു ലുക്കുള്ള വണ്ടിയില്ല. ഹയാബൂസയുടെ ഒരു നേക്കഡ് വെർഷൻ ഉണ്ട്, അത് ഇൻസ്പയർ ആയിട്ടാണ് ഈ വണ്ടി ഇറക്കിയത്. പക്ഷേ വിചാരിച്ച പോലെ വണ്ടിക്ക് ഹിറ്റ് ആവാൻ പറ്റിയില്ല. Bike number 4. പിന്നെ ഇന്ത്യക്കാർ മനഃപൂർവ്വം മറന്നളഞ്ഞൊരു വണ്ടിയുണ്ട്, BMW G310R. അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഈ വീഡിയോ ആണ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിക്കോളെ എന്തുകൊണ്ടാണ് മറന്നു കളഞ്ഞെന്നുള്ളത്. ഈ വണ്ടി എടുത്തേക്കണവർക്ക് എല്ലാവർക്കും അറിയാം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാട്. അതായത് ഇത് ഇപ്പോൾ നമുക്ക് BMW ബാക്കിയുള്ള വണ്ടികൾ എടുക്കുന്നവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകും. പക്ഷേ ഇത് നമുക്ക് അഫോർഡബിൾ ആണ് ഈ വണ്ടി എടുക്കാനായിട്ട്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു ജമ്മൻ കാറുകളെക്കാളും ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ മറ്റേ ലേബർ ചാർജ് എല്ലാം വന്നത് അതിൻ്റെ നമ്മളുടെ പ്രീമിയം BMWസിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നല്ല കോസ്റ്റ്ലി ടു മെയിൻറ്റെയിൻ ആയിരുന്നു. പിന്നെ അതിൻ്റെ പക്ഷെ കാണാൻ അടിപൊളിയായിരുന്നു. പെയിന്റ് സ്കീംസ്, സ്റ്റിക്കർ, കളർ സ്കീംസ് എല്ലാം ഭയങ്കര രസമുള്ളതായിരുന്നു. സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ലുക്കായി. പക്ഷേ സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് വന്നതിനപ്പോൾ പവർ ഭയങ്കരമായിട്ട് കുറഞ്ഞു, ഓടിക്കാനുള്ള ഒരു റോ ഫീൽ ഭയങ്കരമായിട്ട് പോയി. വ്യത്യാസമുണ്ട്, നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. വണ്ടി ആദ്യം തൊട്ടേ ഒരു കോമ്പറ്റീറ്റർ ഡ്യൂക്ക് 390 ആണല്ലോ, അങ്ങനെ റോ ആയിട്ടുള്ള ഒരു വണ്ടി അല്ലായിരുന്നു. പക്ഷെ വണ്ടി കാണാൻ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ ആയിട്ടാ. ആ ഒരു ഗോൾഡൻ ഷോക്കൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള BMW DNA ഉണ്ടായിരുന്നു. ആ വണ്ടി ഇറങ്ങിയപ്പോഴല്ല ത്രോട്ടിൽ ബോഡി ഫ്രണ്ടിലും എക്സോസ്റ്റിന്റെ പൈപ്പ് ബാക്കിലും നേരെ ഉൾട്ടായിട്ടാണ്. ആ വണ്ടിയുടെ എഞ്ചിൻ റിവേഴ്സ് ഇൻക്ലൈൻഡ് ആയിരുന്നു. അതായത് സാധാരണ എല്ലാ വണ്ടിയുടെയും നമ്മുടെ R310 സെയിം. ശരിക്കും ഈ വണ്ടീനെ പറ്റി നിങ്ങളിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും ഈ വണ്ടി BMW ഒരു നഷ്ടമാണെന്ന് തോന്നുന്നുണ്ടോ? ഫെയിലിയർ ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു BMW ഫാമിലിയിലേക്ക് കുറേ പേര് വന്നു ഈ വണ്ടി, എല്ലാവരും വന്ന് മേടിച്ചു തുടങ്ങി. BMW സെയിൽസ് വളരെയധികം കൂടി.
അങ്ങനെ എല്ലാവരുടെ ഇടയിലും ഒരു BMW എക്സ്പീരിയൻസിനുള്ള ഒരു അവസരമാണ് ഈ വണ്ടികൾ ഉണ്ടാക്കി കൊടുത്തത്. വൺസ് എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ ഇനി പോയില്ല അതൊക്കെ. ആദ്യത്തെ 2 വർഷം ഈ മോഡലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് നല്ല വൈബ്രേഷന് വേണ്ടി ഫേമസ് ആയിരുന്നു, അതുപോലെ തന്നെ റിലയബിലിറ്റി ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് കംപ്ലയിൻറ്റ്സ്, ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂസ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാകും. പിന്നെ ഇവർ അടുത്ത 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ് ലിഫ്റ്റ് ചെയ്ത് കുറച്ച് ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത്, അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 60,000 രൂപ കുറച്ച് വണ്ടി ഇറക്കി. അപ്പോൾ കുറേ വണ്ടികൾ നന്നായിട്ട് സെയിലായിരുന്നു. പക്ഷെ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമുണ്ടോ ഒന്നും പറയാനില്ല. GT ശരിക്കും ഇന്ത്യയിൽ വരാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ BMW-യും TVS തമ്മിലുള്ള ഒരു ആ കൊളാബറേഷനാണ്. അപ്പോൾ ഈ കൊളാബറേഷനിൽ BMW-ന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം അല്ലെങ്കിൽ നല്ല ഹൈ, ഇപ്പോൾ ബാക്കിയുള്ള വണ്ടികളൊക്കെ CBI ആയിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും നല്ല ഹൈ പ്രൈസിൽ വിൽക്കേണ്ടി വരും. പക്ഷേ ഈ വണ്ടി ഇവർക്ക് TVS-ൻ്റെ ഹോസൂർ പ്ലാന്റിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലോ പ്രൈസിൽ ഹൈ മാർജിനിൽ ഈ വണ്ടി സെയിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാണ്. പിന്നെ TVS-നും സെയിം അഡ്വാൻറ്റേജ് അല്ലായിരുന്നു. കാരണം TVS ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഫെയർഡ് ബൈക്ക് അത് ഇത്രയും ടെക്ക് വെച്ചിട്ട് ഇറക്കാൻ പറ്റി. ഒരു എഞ്ചിൻ അടിപൊളിയായിട്ട് ഇറക്കി, അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു. അവരത് ഇപ്പോഴും വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ BMW ഈ വണ്ടി കുറേ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അങ്ങനെയും BMW-ന് അത്ര നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഈ വണ്ടി. നഷ്ടം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ 390 തന്നെ ഈ വണ്ടിനെ കൊന്നു. അത്രയും ബെറ്റർ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് ആരും 328 അങ്ങനെ പോയില്ല. പിന്നെയും പോയത് GS 328 ആണ്. പക്ഷേ വേണമെന്നുള്ള രീതിയിൽ അഡ്വഞ്ചർ ടൂർ. അതെ, അങ്ങനെ സൗകര്യപൂർവ്വം ഇന്ത്യക്കാർ കിഡ് പറഞ്ഞ പോലെ മറന്നു. Bike number 5. പിന്നെ ഉണ്ടോ ഇന്ത്യക്കാർ മറന്നൊരു അടിപൊളി വണ്ടി, കഫേ റേസർ. നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ കോണ്ടിനെന്റൽ GT 535. അടിപൊളി വണ്ടിയായിരുന്നു. കാണാനും ഇല്ല റോട്ടിൽ. എല്ലാവരും മറന്നു തോന്നണം വണ്ടി. പക്ഷെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു. ഭയങ്കര ആഗ്രഹിച്ച് പലരും എടുക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹിച്ചൊരു വണ്ടിയുണ്ട്, കോണ്ടിനെന്റൽ GT 535. ഞാനും ഇറങ്ങിയപ്പോൾ ഭയങ്കര ഹൈപ്പായിരുന്നു. കാരണം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു റോയൽ എൻഫീൽഡ് ആയിരുന്നു. ഈ കഫേ റേസിംഗ് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, ബുള്ളറ്റുകൾ എടുത്തിട്ട് ക്ലിപ്പ് ഓണൊക്കെ ആഡ് ചെയ്ത് ഒരു കഫേ റേസർ ലുക്ക് ആക്കുക. അന്നൊരു കഫേ റേസർ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഒരു ലംബർ ജാക്ക് ഫാഷനൊക്കെ കുറച്ച് ഫേമസ് ആയിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അന്ന് ഈ വണ്ടിയുടെ ലീക്സൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഞാനും ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ടീം BHP-ലൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു ഈ വണ്ടി ഇറങ്ങുമ്പോൾ. എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ലുക്കാണ്, എന്താ മാരക ലുക്കായിരുന്നു. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ഫെയർഡ് ബൈക്സ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ബെൻസിൻ്റെ GTC ഇതിലൊക്കെ ഉള്ള ലോങ് ഹുഡ് എന്ന് പറയുന്ന പോലെ ലോങ് ടാങ്ക് ഭയങ്കര ലോങ് ടാങ്ക്. അത് പ്ലാസ്റ്റിക് പരമായിട്ട് ആ വണ്ടിയിലൊന്നുമില്ല, അത്രയും ഭയങ്കര റോ. പക്ഷേ ഇത് ലൈറ്റസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് RE എന്ന് പറഞ്ഞാണ് റോയൽ എൻഫീൽഡ് ഇറക്കിയത്. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹൈപ്പ് നിന്നൊന്നുമില്ല. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാർട്സുകളും കുറച്ച് ഹൈ ക്വാളിറ്റി ആയിരുന്നു. ഈവൻ ബ്രംബോ ബ്രേക്സ്, ടയർ, അതിന്റെ ബ്രേക്ക് റോട്ടർ ഇപ്പോഴും ഞാൻ കണ്ടു. ഒരു എന്താ പറയുക, ഒരു ഫുള്ളി ഫ്ലോട്ടിംഗ് റോട്ടർ പോലെ ബ്രംബോടെ ബട്ടൺസ് പാഡും ഒക്കെ ആയിട്ട്. ടയേഴ്സ് എന്തോ കൂടിയ ടയേഴ്സും നല്ല അതുപോലെ സസ്പെൻഷൻ ഇറ്റലിയിൽ നിന്നാണ് പയ്യോളി എന്ന് പറഞ്ഞത്. പിന്നെ റോയൽ എൻഫീൽഡിന് ഹാരിസ് പെർഫോമൻസ്, UK ഹാരിസ് പെർഫോമൻസ് ആയിട്ട് ടൈപ്പ് തുടങ്ങിയത് ഈ ഒരു വണ്ടിയിൽ നിന്നാണ്. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ സിംഗിൾ സീറ്റ് ആയിരുന്നു. പക്ഷേ ഇതൊരു കോമഡി ഉണ്ട്. നമ്മുടെ ഇൻഗെയിം എന്ന് പറഞ്ഞ പാട്ടല്ലേ, അതിനകത്ത് രശ്മികനെ വിജയ് ദേവർകൊണ്ട് എടുത്തോണ്ട് പോകണം ഈ വണ്ടിയിലെ. രശ്മികയുടെ പകുതി ബാക്ക് പുറത്തായിരുന്നു വണ്ടിയുടെ. പക്ഷെ പുള്ളിക്കാരി കംഫർട്ടബിൾ ആയിട്ടിരുന്നു. പുള്ളിക്കാരിക്ക് അതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ല, പക്ഷെ പുള്ളിക്കാരി അതിനകത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഇഷ്യൂസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ലൈക്ക് നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ, അത്രയ്ക്ക് എമണ്ടൻ സിംഗിൾ സിലിണ്ടർ അല്ലേ, 535cc സിംഗിൾ സിലിണ്ടർ എന്ന് പറയുന്നത്. ആ ഒരു വൈബ്രേഷണൽ എഞ്ചിൻ ഒരു കഫേ റൈസറിലോട്ട് കയറിയപ്പോൾ ഉള്ള ഒരു ഇത് കൗണ്ടർ ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഈവൻ ഹിമാലയൻ ഇറക്കിയപ്പോഴും ഒരു കൗണ്ടർ ബാലൻസ് ഫിറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയത്. ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. പിന്നെ ഈ വണ്ടിയിൽ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലൗഡാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡാണ്. വൺ ഓഫ് ദ ലൗഡസ്റ്റ് ബൈക്ക് എവർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ലൗഡായിരുന്നു. അതൊരു സുഖമില്ലാത്ത ലൗഡായിരിക്കും. പിന്നെ ഈ വണ്ടി നമുക്ക് ഇപ്പോൾ സെക്കൻഡറി വണ്ടിയായിട്ട് യൂസ് ചെയ്യാനാണ് നല്ലത്. റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ലെജൻഡറി ബ്രാൻഡ് പരിപാടിയും പിന്നെ ഒരു കഫേ റേസിങ്ങിൻ്റെ ആ ഒരു ഫീലും, ആ ഒരു ബ്രിട്ടീഷ് ഇത് ഞാൻ ഈ വണ്ടി ഓടിച്ചു പോണത് മിക്കവരെയും കണ്ടേക്കണത് ആ ലെതർ ജാക്കറ്റും ആ ഒരു ഓപ്പൺ ഹെൽമെറ്റും, അങ്ങനെ അതൊരു റെട്രോ സ്റ്റൈല്, ആ ഒരു ലൈഫ് സ്റ്റൈല് ഇപ്പോൾ ഒരു വീക്കെൻഡ്സിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് കൂടുതൽ ഈ വണ്ടി മേടിച്ച് ഹോൾഡ് ചെയ്തേക്കുന്നത്. ഈവൻ ദോ അതൊരു ടോർക്ക് മോൺസ്റ്റർ ആയിരുന്നെങ്കിലും അതിന് കുറച്ച് സേഫ്റ്റി ഒക്കെ കുറവായിരുന്നു. ABS ഉണ്ടായില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതിന് പില്ലിയൻ കംഫർട്ട് ഒട്ടും ഉണ്ടായില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാണെങ്കിൽ ഓടിക്കണവർക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കും. Bike number 6. ഒരു കാലത്ത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന, പക്ഷേ ഇപ്പം ആർക്കും ഓർമ്മയില്ലാത്ത അടുത്തൊരു ബൈക്കാണ് FC 250. വർഷങ്ങളായിട്ട് യമഹ ഫാൻസ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്, വി നീഡ് എ ബിഗ്ഗർ FC.
FC16 ഇറങ്ങി കുറേ നാളുകൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ അതിൻ്റെതായ ഹൈപ്പ് ഉണ്ടായിരുന്നു. 250cc ആണ്, ഒരു ജാപ്പനീസ് ആണ്, യമഹയാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു 1.5 ലാക്കെങ്കിലും വരുമെന്നാണ്. പക്ഷേ പ്രൈസ് വളരെ അണ്ടർ കട്ട് ചെയ്ത് ഏകദേശം 1.2 ലാക്കൊക്കെ ഉണ്ടായുള്ളൂ ആ സമയത്ത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹോപ്പ് വന്നു. അങ്ങനെ ഈ വണ്ടിക്ക് കുറച്ചും കൂടെ ഒരു ഹൈപ്പ് കയറുകയാണ് ഉണ്ടായത്. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു CBR 250 ഒരു അടിപൊളി കോമ്പറ്റീറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ലിക്വിഡ് കൂൾഡ് വണ്ടിയല്ല, ഒരു ഓയിൽ കൂൾഡ് വണ്ടിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ 5 ഗിയറുള്ളൂ. ഈ വണ്ടി ഓടിച്ചവർക്ക് അറിയാൻ പറ്റും ഒരു ഗിയർ മിസ്സിംഗ് ആണ് വണ്ടിക്ക്. 6ാമത്തെ ഗിയർ വേണമെന്ന് എന്തായാലും അത് ഓടിച്ചവർക്ക് തോന്നും. ഈ ബൈക്ക് ഓടിച്ചിട്ടുള്ള എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും ഈ ബൈക്കിൻ്റെ ഹൈ ടോർക്ക്. അതിൻ്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷോർട്ട് ഗിയറിംഗ് ആയിരുന്നു, 5 ഗിയറുള്ളൂ. അതും ഈ ടോർക്ക് ഭയങ്കര ലോ റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു 0 to 80 ഇത് ഭയങ്കര ഹൈ ആക്സലറേഷനാണ്. അത് കഴിഞ്ഞാൽ തീർന്നു. കുറേ സ്ഥലത്ത് സർക്യൂട്ട് ട്രാക്സിലേക്ക് ഈ വണ്ടി കണ്ടിട്ടുണ്ട് 250 സെഗ്മെന്റിൽ. ഇനീഷ്യൽ ടോർക്കാണ് വണ്ടി, കാരണം ട്രാക്കിലൊക്കെ കുറച്ചും കൂടിയും അടിപൊളിയായിക്കൊള്ളൂ ആയതുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ ടോർക്ക്. പിന്നെ ഒരു മേജർ റീസൺ കൂടി ഉണ്ട്, ഈ വണ്ടിയുടെ വെയിറ്റ് ഭയങ്കര കുറവായിരുന്നു. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള, അതായത് USA-ലും ജപ്പാനിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്യുവൽ സ്പോട്ട് ബൈക്ക് ഉണ്ട്, XT250 എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചധികം പഴക്കമുള്ള ബൈക്ക്. ആ ബൈക്കിൻ്റെ എഞ്ചിൻ കുറച്ച് ട്യൂണിങ് ചേഞ്ച് ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടി തന്നതാണ് ഈ FC25 ഈ എഞ്ചിൻ ഒരു ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ തന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ വണ്ടി മേടിച്ചില്ല. ഈ വണ്ടി ഒരു FC-ക്ക് സക്സസറായിട്ട് ഇറക്കിയപ്പോഴും FC ചൂടപ്പം വലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അന്നിട്ട് FC തന്നെ മതി. FC16 കഴിഞ്ഞ് പുതിയ വെർഷൻ ഇറക്കി, അത് കഴിഞ്ഞ് വീണ്ടും പുതിയ വെർഷൻ ഇറക്കി, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇത് എടുത്തതെന്ന് വെച്ചാണെങ്കിൽ ഒരു ജാപ്പനീസ് 250 വേണം എന്നുള്ള ആൾക്കാർ, ഏകദേശം 40ൻ്റെ അടുത്ത് മൈലേജ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാർ, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഡ്യൂക്കിൻ്റെ ആ ഒരു അഗ്രസീവ് സ്റ്റാൻസ് പറ്റില്ലാത്ത ആൾക്കാർ കുറേ പേര് FC25 എടുത്തിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ഹാപ്പിയാണ് ഏകദേശം, കാരണം നല്ല മൈലേജ് ഉണ്ട്. പിന്നെ പരാജയം ഹെഡ്ലൈറ്റ്സ് യമഹ കൊടുത്തു തുടങ്ങിയത് ഈ വണ്ടി നിന്നാണ്. ഈ സമയത്ത് ഹെഡ്ലൈറ്റ് ഫുൾ LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കൊടുത്തൊരു വണ്ടി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഹെഡ്ലൈറ്റ് തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കും. എല്ലാ യൂസേഴ്സും പറഞ്ഞത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് ത്രോ കുറവാണെന്ന്. നല്ല വെളിച്ചമുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. സത്യം. അതെന്താ വെച്ചാൽ അന്ന് വരെ നമ്മൾ ഈ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്ത് ശീലമുള്ളൂ. ഈ LED ഹെഡ്ലൈറ്റുള്ള ബൈക്ക് ഓടിച്ച എല്ലാവർക്കും അറിയാം അതിന് ഈ പറഞ്ഞ വിസിബിലിറ്റി കുറവാണെന്ന്. ഇതുള്ളപ്പോൾ തന്നെ FC ഉണ്ടായിരുന്നു, അതിന് പോരാണ്ട് ഇവർ MT15 എന്ന് പറഞ്ഞ വണ്ടിയും കൂടെ ലോഞ്ച് ചെയ്തു. അപ്പോൾ കുറേ ആളുകൾ MT2 പോയി, കാരണം അതിന് VVA ടെക്നോളജി ഉണ്ട്, മൈലേജ് ബെറ്റർ മൈലേജ്, 6 ഗിയർ ഉണ്ടായിരുന്നു. R15 DOHC ലിക്വിഡ് കൂൾഡ് അല്ലേ, R15 തന്നെ സെയിം എഞ്ചിൻ കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു അതിൻ്റെ ഒരു ലുക്ക് MT15 ആ ഒരു സ്റ്റാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FC250 കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല ആ വണ്ടി 250cc ബൈക്കാണ്, പക്ഷേ MTക്ക് ആ ഒരു റോഡ് പ്രസൻസ് വളരെയധികം ഉണ്ടായിരുന്നു. Bike number 7. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്ത്യക്കാർ മറന്ന ബൈക്കുകളെ കുറിച്ചാണ്. എന്നാൽ ഇന്ത്യക്കാർ മറന്ന ഒരു ബൈക്ക് കമ്പനി തന്നെ ഉണ്ട്. അതെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കളമശ്ശേരി കൂടെ പോകുമ്പോൾ മറ്റേ ലെഫ്റ്റ് സൈഡിലൊരു ഷോറൂം പൂട്ടിക്കിടപ്പുണ്ട്, ബെനലി. ചില സമയത്ത് നമ്മൾ റോഡിലിരിക്കുന്ന സമയത്ത് ഒരു സാധനം ഷൂ എന്നും പറഞ്ഞിങ്ങനെ ഓണേക്കാം. നമ്മൾ വിചാരിക്കും അതൊരു സൂപ്പർ ബൈക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലീഡർ ക്ലാസ് ബൈക്ക്, ഒരു ഇൻലൈൻ 4ൻ്റെ സൗണ്ടൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആയിരിക്കുള്ളൂ ഒരു ചെറിയ ബെൻലി TNT 300 ആയിരിക്കും അത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ട്വിൻ സിലിണ്ടർ ആണ്, ബട്ട് അതിൻ്റെ ഫയറിംഗ് ഓർഡർ 360 ഡിഗ്രി ഫയറിംഗ് ഓർഡർ ആയതുകൊണ്ടാണ് നമുക്ക് ആ സൗണ്ട് അത്രയും അടിപൊളിയായിട്ട് കേൾക്കാം. അത് ഭയങ്കര ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം. ഫയറിംഗ് ഓർഡറിൽ വേറെ വണ്ടികളൊന്നും ഇല്ല. ഈവൻ R3 Ninja ആയാലും അതൊക്കെ 180 ഡിഗ്രി ഫയറിംഗ് ഓർഡറിലുള്ള വണ്ടികളാണ്. ലിപ്പിയുള്ള ട്വിൻ സിലിണ്ടേഴ്സ് ആണെങ്കിലും 270 ആണ്, കാണാൻ കിട്ടാറില്ല. പക്ഷെ അന്നൊക്കെ ഒരു കേട്ടുകൾ ഒരു 50 എഞ്ചിനീയറെങ്കിലും ഇവരുടെ എക്സോസ്റ്റ് ട്യൂൺ ചെയ്യാനുണ്ടായിരുന്നു എന്നായിരുന്നു. അതൊരു മിത്താണ്. എന്നാലും നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. ബെൻലിയുടെ TNT 300, പിന്നെ TRK 502, പിന്നെ ഒരു 600 എന്നും പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു, ബാക്കിൽ 2 എക്സോസ്റ്റ് ഒക്കെ വന്നിട്ട്. ഈ 3 വണ്ടിയാണ് നമ്മൾ മെയിൻലി നോട്ടീസ് ചെയ്തേക്കുന്നത്, നമ്മളുടെ മൈൻഡിലേക്ക് കയറിയേക്കുന്നതും. പിന്നെ ഇതല്ലാണ്ട് ഇവർ കുറേ വണ്ടി ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ലിയോൺസിനോ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. ലിയോൺസിനോ 500 ഉണ്ടായിരുന്നു, ലിയോൺസിനോ 250 ഉണ്ടായിരുന്നു, ഇമ്പീരിയൽ 400 ഉണ്ടായിരുന്നു, 302R ആ ഗ്രീൻ ഇതൊക്കെ ഉള്ള ഒരു സൂപ്പർ സ്പോർട്ട് ലുക്കൊക്കെ ഉള്ള R3 കോമ്പറ്റീഷൻ വരെ സാധനം. വണ്ടി അത്. പിന്നെ ഒരു ഡയവലിന്റെ കട്ടുള്ളൊരു വണ്ടി ഉണ്ടായല്ലോ, 502C എന്ന് പറഞ്ഞൊരു വണ്ടി, കറക്റ്റ് നമ്മുടെ ഡുക്കാറ്റി ഡിയാവലിന്റെ കോപ്പി. പക്ഷെ അതൊന്നും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര അറിയില്ല അല്ലേ. പക്ഷേ ഈ 502 TRK 502 അത്യാവശ്യം റൈഡിങ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെന്നുകൊണ്ട് ഇൻസ്റ്റയിലെ കുറെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. കുറെ ഒരു 10 വണ്ടിയൊക്കെ ഒരുമിച്ച് റൈഡ്സ് ഒക്കെ പോകണതാണ്. ബെനലി, ഈ മോസ്റ്റ് ഓഫ് ദ ബെനലി ബൈക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കുകളൊക്കെ ശരിക്കും ഇൻ റിയാലിറ്റി അത്ര പവർഫുള്ളൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ TRK 502 അത് കാണുമ്പോൾ നമുക്കൊരു ലിറ്റർ ക്ലാസ് പ്രതീതിയൊക്കെ തരുമെങ്കിലും ഇൻ റിയാലിറ്റി അത്ര വലുതല്ല. പിന്നെ ബാക്കി ഇപ്പോൾ TNT 300 ഒക്കെ ആണെങ്കിലും നമുക്ക് എപ്പോഴും വേണ്ട ഒരു സാധനം, ഒരു റോഡ് പ്രസൻസും പിന്നെ ആ യൂസ് ചെയ്യുന്നവർക്ക് ഒരു നല്ല ഫീലും തരും ആ വണ്ടികൾ, ബെൻലി വണ്ടികൾ.
ഓക്കെ, ബെനലി ഇന്ത്യയിലോട്ട് വന്ന DSK എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോയപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവരുടെ ഷോറൂംസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായി, കസ്റ്റമർ സർവീസ് മോശമായി, പാർട്സ് അവൈലബിലിറ്റി ഒക്കെ കുറഞ്ഞു. പിന്നെ ഇവർക്ക് ഷോറൂംസ് തന്നെ വളരെ വിരളമായിരുന്നു. നമ്മുടെ എറണാകുളത്ത് തന്നെ ഇപ്പോൾ ഉള്ള ഷോറൂം ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ കാട് കയറി കിടക്കുമായിരുന്നു. കളമശ്ശേരിയിൽ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വന്നാണ് ബെനലി അങ്ങനെ ഇറലവൻ്റായി എല്ലാവരും മറന്നുപോയത്. Bike number 8. ഇതുപോലെ തന്നെ ഇന്ത്യക്കാർ മറന്ന വേറൊരു കമ്പനി പറയട്ടെ. ഇത് KTM ഒക്കെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പേ പെർഫോമൻസിന് വേണ്ടി ഇന്ത്യക്കാർ വാങ്ങിച്ച ഒരു വണ്ടിയാണ്. ഒരു സൗത്ത് കൊറിയൻ കമ്പനി, ഹെയോസങ്. പണ്ടത്തെ ബോളിവുഡ് സിനിമയിലൊക്കെ നമ്മൾ സൂപ്പർ ബൈക്കായിട്ട് കാണിക്കുന്ന ബൈക്കായിരുന്നു. അതെ, അതിൻ്റെ GT650 ആണ്. എന്ത് ലുക്കായിരുന്നു അത്. വണ്ടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് കുറേ ഗ്രൂപ്പ്സായിട്ട് ടൈപ്പ് വന്നു ബിസിനസ്. ഈ വണ്ടികളുടെ പുറമേ നടക്കുന്ന അവരുടെ ഒരു ബാക്ക് എൻഡിൽ കുറേ പ്രശ്നങ്ങൾ നടന്നു. അതായത് തന്നെ ടൈപ്പ് നടത്തിയത് ആരായിട്ടാണെന്ന് അറിയോ? കൈനറ്റിക് ആയിട്ട്, അതും 2000-കളിൽ കൈനറ്റിക് ആയിട്ട് ടൈപ്പ് നടത്തി ഇവർ കോമറ്റ് 250, GF 125 ഇങ്ങനെ കുറേ ബൈക്കുകൾ ഇറക്കി. കൈനറ്റിക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ആ കൈനറ്റിക് ഹോണ്ട ആ ഒരു 2 സ്ട്രോക്ക് സ്കൂട്ടറല്ലേ. പക്ഷേ അതല്ലാണ്ട് ഇവർക്ക് വേറെയും കുറേ ബൈക്കുകളുണ്ട്. ഈ 250cc ഉണ്ട്, 125cc ഉണ്ട്, 150cc ഉണ്ട്, കുറേ വണ്ടികൾ. ഇതൊക്കെ ഹയോസങ്ങായിട്ട് ഒരു ടൈപ്പിലാണ് കൈനറ്റിക് കൊണ്ടുവന്ന്. ഹയോസിങ്ങിൻ്റെ വണ്ടി റീബ്രാൻഡ് ചെയ്ത് കൈനറ്റിക് ഇറക്കി. പക്ഷേ ഇതൊന്നും ഹിറ്റായില്ല. ഇതിനൊക്കെ വളരെ റിലയബിലിറ്റി ഇഷ്യൂ ഉണ്ടായി, സർവീസ് നെറ്റ്വർക്ക് പോരായിരുന്നു. പിന്നെ ഇവരുടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായില്ല. എല്ലാവരുമായിട്ട് കൂടെ ചെല്ലും, ഇവർ അടികൂടും, കൂടെ ചെല്ലും അടികൂടും. അങ്ങനെ ഏകദേശം 4 കമ്പനികൾ ചാടി. 4 കമ്പനിയുടെ ടൈപ്പ് ചാടി അവസാനം ഹയോസങ് കുറേ വണ്ടി ഇറക്കി കൂട്ടിക്കെട്ടി പോകാണ് ഉണ്ടായത്. അതായത് ഒരു സൈഡിൽ നിന്ന് വണ്ടികൾ പണിയായിരുന്നു, അപ്പുറ സൈഡിൽ നിന്ന് പാർട്ട്നേഴ്സ് പണിയായിരുന്നു. അതെ, പിന്നെ എല്ലാവർക്കും കാലനായ പോലെ തന്നെ ഇവർക്കും കാലനായത് KTM തന്നെയാണ്. ആ ഒരു സമയത്ത് ഇവർ ആ ഒരു സ്പോർട്സ് ബൈക്ക് എന്നുള്ള ഒരു സംഭവം എങ്ങനെയൊക്കെ പുഷ് ചെയ്യാൻ നോക്കിയിട്ട് ഇറക്കാൻ നോക്കിയിട്ടും ആ സമയത്ത് KTM 390 കൊണ്ടിരുന്നു, എല്ലാത്തിനും അടിച്ചിരുന്നു. എത്ര വണ്ടികളെയുള്ള KTM നശിപ്പിച്ചത്. സ്റ്റിൽ ഇന്നും KTM എല്ലാവരും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോമ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അതെ, സ്റ്റിൽ ദ ബെഞ്ച് മാർക്ക് ഈസ് KTM. ഏതൊരു വണ്ടി വന്നാലും സ്റ്റാർട്ട് ചെയ്താണ് ഫൈറ്റിംഗ് ആണ്. ആ ഒരു 40 HP ബെഞ്ച് മാർക്ക് ആക്കി. പിന്നെ ഏതൊരു വണ്ടി വന്നാലും കോമ്പറ്റീഷൻ KTM ഉണ്ടാവും. ഇത്ര നമുക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ബൈക്കുകൾ, വണ്ടികൾ കിട്ടാൻ, മെഷീൻസ് കിട്ടാൻ കാരണം ഇൻ റിയാലിറ്റി KTM ഒരു റീസൺ ആണ്. ഈ ഹയോസങ് GT650 ഏറ്റവും ഒരു അടിപൊളി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ ആയിരുന്നു. എൻ്റെ എഞ്ചിൻ ലേ ഔട്ട് ആയിരുന്നു. ഒരു 90 ഡിഗ്രി V-twin ആയിരുന്നു. അത് അടിപൊളി. ആ ഒരു എഞ്ചിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അടിപൊളി. നമ്മൾ ഹാർലിയിൽ കാണുമല്ലോ ആ ഒരു അടിപൊളി എഞ്ചിൻ. പക്ഷേ റിലയബിലിറ്റി പ്രശ്നം കുറച്ചുണ്ടായിരുന്നു. Bike number 9. ഇന്ത്യക്കാർ പറഞ്ഞ വേറൊരു ബൈക്ക് UM Renegade. പക്ഷെ ആ വണ്ടിയുടെ ഇൻട്രൊഡക്ഷൻ ഭയങ്കര ആപ്റ്റ് ടൈമിങ്ങിലായിരുന്നു. കാരണം ആ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയൊക്കെ ഇറങ്ങി ആ ബുള്ളറ്റ് ആ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങൾ സ്റ്റാർ വരച്ച് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് പ്രൈസിങ്ങിൽ ഒരു വണ്ടി. പക്ഷേ പറ്റടിച്ചില്ല. അതെ, പക്ഷെ വണ്ടി കാണാൻ ലുക്കായിരുന്നു. വണ്ടി കാണാൻ രസമാണ്. അല്ല, ആ ഒരു മാറ്റ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡിനകത്ത് ആ സ്റ്റാർ വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലാറ്റായി. അന്ന് നല്ല മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് മേടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പുള്ളി ബുള്ളറ്റ് തന്നെ മേടിച്ചു. പക്ഷെ എനിക്ക് ഫോട്ടോ കണ്ടതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് തന്നെ ഒട്ടും കറക്റ്റ് അല്ലാത്ത പോലെ എവിടെയോ എന്തൊക്കെയോ ഒരു റേഷ്യോ. ശരിക്കും ഇന്ന് റിയാലിറ്റി ഈ വണ്ടീനെ ഇവർ പോർട്രേ ചെയ്ത ഒരു പക്ക അമേരിക്കൻ ബ്രാൻഡ്, അമേരിക്കൻ ക്രൂസർ ബൈക്ക് ആയിട്ടാണ്. അത് ആക്ച്വലി എവിടുത്തെ ബ്രാൻഡ് ആയിരുന്നു ഈ വണ്ടി? അമേരിക്കൻ മിയാമി ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു കമ്പനി ആയിരുന്നു. മേരാ നാം ഷാജി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ആസിഫ് അലി ഓടിച്ചോണ്ട് നടക്കുന്നുണ്ട് ഈ വണ്ടി. കാര്യം അമേരിക്കൻ ഒറിജിൻ ആണ്. കണ്ട ഹാർലി ഡേവിഡ്സൺ പോലെ ഇരിക്കുമെങ്കിലും ലോങ് സ്ട്രോക്ക് നല്ല ഹൈ ടോർക്ക് മെഷീനായിട്ട് തോന്നുമെങ്കിലും ഇൻ റിയാലിറ്റി ഇതൊരു ഷോർട്ട് സ്ട്രോക്ക് ഹൈ റവിങ് എഞ്ചിൻ ആയിരുന്നു തന്നെ. അതായത് എൻ്റെ ക്യാരക്ടർ അങ്ങ് മാച്ചായി പോകുന്നുണ്ടായില്ല. പിന്നെ അടുത്ത കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൈക്ക് ആൾക്കാരൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനീനെയും കാണാനില്ല, ഷോറൂമും കാണാനില്ല, ഒന്നുമില്ല. Bike number 10. ഇന്ത്യക്കാർ മൊത്തത്തിലേ മറന്ന ഒരു ബൈക്ക് കമ്പനി ഞാൻ പറയാം, LML ബൈക്സ്. ഷാറുഖ് ഖാനൊക്കെ ആയിരുന്നു ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. 2 സ്ട്രോക്കുകൾ വാണോണ്ടിരുന്ന ഇന്ത്യയിലോട്ട് ഒരു 4 സ്ട്രോക്ക് ബൈക്ക് കൊണ്ടുവന്ന് കുറച്ച് വിപ്ലവമൊക്കെ ഉണ്ടാക്കാൻ നോക്കിയൊരു കമ്പനിയാണ്. ഫസ്റ്റ് അലോയ് വീൽസ് ഒക്കെ ഇവരുടെ ഒരു വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് LML വെസ്പയാണ്. LML ആക്ച്വലി ഒരു ഐക്കോണിക് ഇന്ത്യൻ ബ്രാൻഡാണ്. 1960കളിൽ അവരാണ് വെസ്പ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. വളരെ ഹിറ്റായിരുന്നു LML. അതുപോലെ ഇവർക്ക് കുറേ ബൈക്കുകളുണ്ടായിരുന്നു. LML ഫ്രീഡം, അതൊരു 125cc കമ്മ്യൂട്ടറായിരുന്നു. അത് പ്രൊമോട്ട് ചെയ്ത ഷാറുഖ് ഖാനും കപിൽ ദേവൊക്കെയാണ്. പിന്നെ ഒരു 14 HP 150cc വണ്ടി ഉണ്ടായിരുന്നു, അതായിരുന്നു ഗ്രാപ്റ്റർ. പക്ഷേ ഈ വണ്ടികളൊന്നും അങ്ങ് ക്ലച്ച് പിടിച്ചില്ല. ഈ ഗ്രാപ്റ്ററിൽ അലോയ് വീൽസ് അവർ കൊടുത്തായിരുന്നു. അതൊരു 4 സ്ട്രോക്ക് വണ്ടികളിൽ അലോയ് വീലൊക്കെ വന്നൊരു ആദ്യത്തെ വണ്ടിയായിരുന്നു. 1 ഓഫ് ദ ഫസ്റ്റ് ബൈക്സ് ആയിരുന്നു ഇൻ ഇന്ത്യ. പക്ഷേ അതൊരിക്കലും അങ്ങ് ഹിറ്റായില്ല. ചിലപ്പോൾ ഈ വണ്ടികളൊക്കെ ഹിറ്റായിരുന്നെങ്കിൽ ബജാജും TVSും പോലെ ഇന്ത്യക്കാർക്ക് മറ്റൊരു ബ്രാൻഡായി മാറിയാണ് LML. 2016 LML ഒരു ഇൻട്രസ്റ്റിംഗ് വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു, LML ബഡി. അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള റിക്ഷ ടൈപ്പ് സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇരുന്നിട്ട് ചവിട്ടി പോണത്.
അതും നമ്മളുടെ ഓട്ടോറിക്ഷയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സാധനം. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിയേണ്ട കാലമാണ്. ഒരു കാലത്ത് കത്തി നിന്നിട്ട് പിന്നെ നിന്നുപോയ ബ്രാൻഡുകളായ ജാവ, SD ഇങ്ങനെയുള്ള എല്ലാ ബൈക്കുകളും എല്ലാ ബ്രാൻഡ്സും അവരുടെ BSA ഓരോരോ മോഡൽസായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സക്സസ് ആയില്ല എന്നുള്ളത് വേറെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുന്ന LMലും തിരിച്ചു വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് EVയുടെ കാലമാണല്ലോ, അവരവരുടെ ഒരു EV പ്രൊഡക്റ്റായിട്ട് വരുന്നുണ്ട് എന്നാണ് അനൗൺസ്മെൻ്റ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കുറേ ബൈക്സ് ഇന്ത്യയിൽ ഫോർഗട്ടായി പോയിട്ടുണ്ട്. ഞങ്ങൾ കുറേ വണ്ടി മിസ് ഔട്ട് ആയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ വണ്ടികളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദിസ് ഈസ് ഹാഫ് ക്ലച്ച് മീഡിയ. വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ.